ഉണ്ടായ ഒരു നേട്ടം അതാണ് ഇപ്പൊ ഈ മാവിൽ കാണുന്നത്. ഈ മാവ് കേവലം 6 മാസം മുമ്പ് വെറും 2-3 അടി മാത്രമുള്ള ഒരു സാധാരണ പ്ലാന്റ് വെച്ചതാണ്. പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. പരമാവധി വലിയ പോട്ടിലാണെന്ന്. നമസ്കാരം. നമസ്കാരമുണ്ട്. പറയാം, നമ്മുടെ കടയെക്കുറിച്ചും നമ്മുടെ ബിസിനസിനെ കുറിച്ചും ഒക്കെ ഒന്ന് പറഞ്ഞാലോ? അതെ. നാഷണൽ ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ്. മണ്ണുത്തിയിലെ പ്രസിദ്ധമായ കാർഷിക സർവകലാശാലയുടെ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്ക് സൈഡ് എൻട്രൻസിന്റെ ഏകദേശം 300 മീറ്റർ അടുത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. മണ്ണുത്തിയിൽ നിന്നും ചിറക്കാക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ മണ്ണുത്തി ടൗണിൽ നിന്ന് കേവലം 2 കിലോമീറ്ററിനുള്ളിൽ തന്നെ എത്തിച്ചേരാവുന്ന ഒരു മെയിൻ റോഡിൽ തന്നെയാണ് നമ്മുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഇതുവരെ പരിചയപ്പെടുത്തപ്പെട്ടതിൽ ഏറ്റവും റിസൾട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ജൈവ വളത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. സൂപ്പർ ഗ്രീൻ മീൽ. സൂപ്പർ ഗ്രീൻ മീൽ എന്ന അതിൻ്റെ പേരിനെ അന്വർത്ഥമാക്കും വിധം വളരെയധികം വളർച്ചയും ഗ്രീനറിയും അതേപോലെ തന്നെ ധാരാളം കായ്ഫലവും നൽകുന്ന ഒരു അത്ഭുത വളം. അതായത് ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ പരിചയപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഗ്രോത്തിനേക്കാൾ കൂടുതൽ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വളർച്ച ഗ്രോത്തിലും അതേപോലെ തന്നെ നിങ്ങളുടെ ഈൽഡിലും കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഈ സൂപ്പർ ഗ്രീൻ മീലിന് ഇത്രയധികം വളർച്ചയും ഇത്രയധികം റിസൾട്ട് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഉള്ളവൻ ഇത് ആദ്യമായിട്ട് ഒരു ജൈവവളത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപം കണ്ടെത്തുകയായിരുന്നില്ല. പകരം നമ്മൾ പ്ലാന്റേഷൻ ചെയ്യുകയായിരുന്നു. അതായത് ധാരാളം തോട്ടങ്ങൾ, അത് റംബൂട്ടാൻ തോട്ടം അടക്കം ധാരാളം തോട്ടങ്ങൾ, എക്സോട്ടിക് ആയിട്ടും നോൺ എക്സോട്ടിക് ആയിട്ടുള്ള ധാരാളം തോട്ടങ്ങൾ നമ്മൾ കമേഴ്ഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന സമയങ്ങളിൽ പലതരം ജൈവവളങ്ങൾ മിക്സ് ചെയ്തുകൊണ്ട് രാസവളം ഒന്നും ടച്ച് ചെയ്യാതെ എങ്ങനെ നമ്മുടെ പ്ലാന്റുകളെ നമ്മൾ രാസവളം കൊടുത്തതിനേക്കാൾ നല്ല നിലയിൽ വളർത്തിയെടുക്കാൻ കഴിയും എന്ന് നിരന്തരം പരീക്ഷണങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മിക്സാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ സാധാരണ ജൈവവളം മിക്സ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ്, ഹ്യൂമിക് ആസിഡ്, ഫുൾവിക് ആസിഡ്, അമിനോ ആസിഡ്, സീവീഡ് എക്സ്ട്രാക്ട്സ്, ഇങ്ങനെ ദ്രുതഗതിയിൽ വളർച്ചയെ സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്ലാന്റിന് ആവശ്യമായ മുഴുവൻ മൂലകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അത്ഭുത ജൈവവളമാണ് നമ്മുടെ ഈ സൂപ്പർ ഗ്രീൻ മീൽ. ഈ സൂപ്പർ ഗ്രീൻ മീൽ നിങ്ങൾ കൊടുത്തതിന് ശേഷം പിന്നീട് നിങ്ങൾ രാസവളമോ അല്ലെങ്കിൽ മറ്റൊന്നും നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടി വരില്ല. എല്ലാ തരം പ്ലാന്റുകൾക്കും കൊടുക്കാനും പറ്റുന്നതാണ്. പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ പച്ചക്കറികൾ മുതൽ തെങ്ങ് വരെ, അതുപോലെ തന്നെ റംബൂട്ടാൻ, അബിയു പോലത്തെ എക്സോട്ടിക് ഫ്രൂട്ടുകൾക്കും മറ്റുള്ള എല്ലാ പ്ലാന്റുകൾക്കും ഉപയോഗിക്കാവുന്ന, അതായത് കിഴങ്ങ് വർഗ്ഗമാവട്ടെ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളാവട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്ലാന്റുകളാവട്ടെ, ഫ്ലവർ പ്ലാന്റോ ഫ്രൂട്ട് പ്ലാന്റോ ലീഫ് പ്ലാന്റോ ഏതുതരം പ്ലാന്റുകൾക്കും ഉപയോഗിക്കാവുന്ന ഒരു അത്ഭുത ജൈവവളം. അത്ഭുതം എന്ന് പറഞ്ഞാൽ തീർച്ചയായും നിങ്ങളെ ഇത് അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. ഇതിന്റെ ഗ്രോത്ത് എന്ന് നമ്മൾ ഉറപ്പ് തരുന്നു. നമ്മുടെ കേരളത്തിൽ എവിടെയും നമുക്ക് ഈ ഒരു വളം ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കാലാവസ്ഥയല്ലേ നമുക്കുള്ളത്? തീർച്ചയായും നമ്മുടെ കാലാവസ്ഥയിൽ എവിടെയും കേരളത്തിൽ ഉപയോഗിക്കാം. എല്ലാതരം പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. സാധാരണ തെങ്ങ്, മാവ്, പ്ലാവ്, പേര പോലത്തെ അതല്ലാത്ത നമ്മുടെ വയനാട് ഭാഗങ്ങളിലൊക്കെ കാണുന്ന നമുക്ക് ചായ, കാപ്പി തുടങ്ങിയവയിലും അതേപോലെ തന്നെ ഇടുക്കിയിൽ കാണുന്ന ഏലം പോലത്തെ കൃഷികളിലും ഒക്കെ പരീക്ഷപ്പെട്ട് എല്ലാവർക്കും വളരെ സംതൃപ്തിയോടുകൂടി റിസൾട്ട് ബോധ്യപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ സൂപ്പർ ഗ്രീൻ മീൽ. അപ്പോൾ ഇതിന്റെ ഡെലിവറി എങ്ങനെയാണ്? അത് നമ്മുടെ ഈ സൂപ്പർ ഗ്രീൻ മീൽ നമ്മൾ ഈ പറയുന്നത് പോലെ ആരെങ്കിലും നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേരളത്തിൽ എല്ലാ മുക്കിലും മൂലയിലും എത്തിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ നമുക്ക് 50 കിലോയുടെ ബാഗുകൾ മാത്രമാണ് പാർസൽ ചെയ്യാൻ ഇപ്പോൾ നമുക്ക് സംവിധാനങ്ങളുള്ളത്. 50 കിലോയുടെ 1, 2, 3 ബാഗുകളൊക്കെയാണ് നിങ്ങളുടെ ഓർഡർ എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് KRS എന്ന പാർസൽ സർവീസ് വഴിയായും എത്തിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് 5-ൽ കൂടുതൽ നിങ്ങൾക്ക് ഓർഡറുകൾ ഉണ്ടെങ്കിൽ 50 കിലോയുടെ 5 ബാഗിൽ കൂടുതൽ ഓർഡർ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് റോഡ് സൗകര്യമുള്ള ഒരു വീട്ടിലാണ് നിങ്ങൾ, അല്ലെങ്കിൽ റോഡ് സൗകര്യമുള്ള ഒരു ഷോപ്പിലാണെങ്കിൽ ഷോപ്പിലേക്കോ വീട്ടിലേക്കോ അല്ലെങ്കിൽ കൃഷിയിടത്തിലേക്കോ ഒക്കെ നമുക്ക് നേരിട്ട് എത്തിക്കാൻ പറ്റുന്നതായിരിക്കും. മറ്റു പ്രൊഡക്റ്റ് നമ്മൾ ചാണകപ്പൊടി, കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം, അതുപോലെ തന്നെ 2-3 പിണ്ണാക്കുകൾ, 2-3 കമ്പോസ്റ്റുകൾ, പ്രീമിയം എല്ലുപൊടി, നേരത്തെ ഞാൻ പറഞ്ഞ കുറച്ച് മറ്റ് പ്രത്യേക
മൈക്രോ ന്യൂട്രിയൻസ് അടക്കമുള്ള പ്രൊഡക്റ്റുകൾ ഒക്കെ ആഡ് ചെയ്ത് ഈ സൂപ്പർ ഗീമിൽ ഉണ്ടാവുമ്പോൾ മറ്റൊന്നും പിന്നെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ മറ്റുള്ള ഒന്നും സെയിൽ ഇപ്പോൾ കൊടുക്കുന്നില്ല. അതേസമയം നമ്മൾ പോട്ടി മിക്സ്, അതായത് മൈക്രോ ന്യൂട്രിയൻസ് അടക്കം അടങ്ങിയ പോട്ടി മിക്സ്, അതായത് നേരിട്ട് ഒരാൾക്ക് ഗ്രോ ബാഗിൽ മണ്ണ് അവൈലബിൾ അല്ലാത്ത ആളുകൾക്ക് നമുക്ക് വെറും വളം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പോട്ടി മിക്സ് നമ്മൾ ഏറ്റവും ക്വാളിറ്റി ഉള്ളത് അവൈലബിൾ ആക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി ആർക്കെങ്കിലും പച്ചക്കക്കയോ അല്ലെങ്കിൽ നീറ്റ് കക്കയോ ഒക്കെ ആവശ്യമുണ്ട്, ഇതിന്റെ കൂട്ടത്തിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രൂപത്തിൽ അത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. മറ്റ് വളങ്ങൾ നമ്മൾ ആവശ്യമില്ലാത്ത ചാണകപ്പൊടിയോ മറ്റോ ഇതിന്റെ കൂടെ വേറെ ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ സൂപ്പർ ഗീമിൽ മാത്രമാണ് എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത്. അപ്പൊ മറ്റു വളങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ട്. നമ്മളിവിടെ എല്ലാ വളങ്ങളും നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഞങ്ങൾ ചേർക്കുന്ന വളങ്ങളിൽ ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടം പോലത്തെ സാധനങ്ങൾ വരെ നമ്മൾ കേരളത്തിൽ നിന്ന് ഇവിടുന്ന് ലോക്കലി കളക്ട് ചെയ്യാതെ മധുരയിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും അഡ്വാൻസ്ഡ് ടെക്നോളജിയോട് കൂടിയുള്ള നല്ല ഫാമുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കാരണം അങ്ങനെ വരുമ്പോൾ നമുക്ക് ധാരാളം മണ്ണോ കല്ലോ ഒന്നും പെടാതെ നല്ല ശുദ്ധമായ രൂപത്തിലുള്ള ശുദ്ധമായ ഫോമിലുള്ള ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം ഒക്കെ നമുക്ക് കിട്ടുന്ന അങ്ങനെ നമ്മൾ എടുക്കാറുള്ളൂ. കോഴിക്കാഷ്ടം നമ്മൾ നാമക്കലിലെ മുട്ടക്കോഴി ഫാമുകളിൽ നിന്നാണ് എടുക്കാറ്. കാരണം നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും അതിൽ ചകിരിച്ചോറിൽ മാത്രം കിട്ടുന്ന ഒരു തരം കോഴിക്കാഷ്ടം ആയതുകൊണ്ട്, അതും ട്രീറ്റ് ചെയ്യപ്പെടാത്ത ചകിരിച്ചോറാണ്, കോക്കോപീറ്റാണ് അതിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോക്കലി അതൊന്നും കളക്ട് ചെയ്യാറില്ല. ഇതൊക്കെ തനി നല്ല ഏറ്റവും ശുദ്ധമായ രീതിയിൽ കിട്ടുന്ന ജൈവവളങ്ങൾ മാത്രം സെലക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഓയിൽ കണ്ടന്റ് ഉള്ള വേപ്പിൻ പിണ്ണാക്കം ഉപയോഗിക്കുക. നമ്മളെ കേരളത്തിൽ പല കമ്പനികളും നേരത്തെ ഓയിൽ കണ്ടന്റ് ഉള്ളത് അവൈലബിൾ ആക്കിയിരുന്നു. ഇപ്പോൾ താരതമ്യേന കുറഞ്ഞു വന്നത് കാരണം നമ്മൾ ഇപ്പോഴും ആന്ധ്രാപ്രദേശിൽ പോയിട്ട് അത് എടുക്കേണ്ടി വരുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനം എവിടെ നിന്നാണോ ലഭ്യമാകുന്നത് ഇന്ത്യയിൽ, അവിടെ പോയി അത് കളക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സൂപ്പർ ഗീമിൽ ഉണ്ടാക്കുന്നത്. അത് എത്ര കോസ്റ്റ് വന്നാലും നമ്മൾ സൂപ്പർ ഗീമിൽ റിസൾട്ടിന് വേണ്ടി അങ്ങനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന്റെ വിലയൊക്കെ എങ്ങനെയാണ്? വില നമുക്ക് 50 കിലോയുടെ ഒരു ബാഗിന് 1500 രൂപയാണ് വരുന്നത്. അത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു കിലോക്ക് 30 രൂപ വരും. പക്ഷേ ഇത് നിങ്ങൾ സാധാരണ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു നോർമൽ മിക്സ് അല്ല. ഇത് നിങ്ങൾ രാസവളമോ മറ്റോ ഒന്നും കൊടുക്കാതെ തന്നെ രാസവളം കൊടുത്തതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് വളർച്ച കിട്ടുന്നതോടൊപ്പം ധാരാളം കായ്ബലം കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ രാസവളം കൊടുക്കുന്ന സമയത്ത് സൂക്ഷിക്കേണ്ട പ്രത്യേക സൂക്ഷ്മതയൊന്നും ഇതിന് ആവശ്യമില്ല. നിങ്ങൾ പ്ലാന്റിന്റെ നേരെ ചുവട ഇട്ടാലോ അല്ലെങ്കിൽ പ്ലാന്റിൽ തന്നെ തട്ടിയാലോ ഒന്നും പ്ലാന്റിന് ഒരു ഉണക്കമോ വാട്ടമോ ഒന്നും പറ്റാത്ത രൂപത്തിൽ വളരെ നല്ല വളർച്ച കിട്ടുന്ന, എന്നാൽ യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും സൃഷ്ടിക്കാത്ത ഒരു ജൈവവളമാണ് നമ്മുടെ സൂപ്പർ ഗീമിൽ. ഇത് ഈ ഒരു 10 കിലോ പാക്കറ്റ് അല്ല, ചെറിയ പാക്കറ്റുകളില്ല, അത് എങ്ങനെയാണ്? അതെ, നമ്മൾ കേരളത്തിലൊട്ടാകെ എല്ലാ സ്ഥലങ്ങളിലും സാധാരണക്കാർക്ക് ചെറിയ പാക്കുകളും കൂടെ അവൈലബിൾ ആക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചെറിയ പാക്കുകൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള പ്രയാസം കൊണ്ട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും നമ്മൾ ഫ്രാഞ്ചൈസി തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫ്രാഞ്ചൈസി തുടങ്ങുന്ന പക്ഷം കേരളത്തിലെ എല്ലാവർക്കും 1, 2, 3, 10 കിലോ ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കതിന് സംവിധാനമല്ല. പക്ഷേ കേരളത്തിലെ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ പുതിയൊരു അവസരം തുറന്നതാണ്. ഒരു പഞ്ചായത്തിൽ നിങ്ങൾക്കൊരു ഫ്രാഞ്ചൈസി തുടങ്ങണമെങ്കിൽ വലിയൊരു സംഖ്യയൊന്നും ആവശ്യമില്ല. 1 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടോ, നിങ്ങൾക്കൊരു പഞ്ചായത്ത് ഫ്രാഞ്ചൈസി തുടങ്ങാം. കാരണം 1 ലക്ഷം രൂപയിൽ നമുക്കൊരു 50,000 രൂപയുടെ പർച്ചേസിംഗ് നടത്തേണ്ടതുള്ളൂ. ബാക്കി ഒരു 50,000 രൂപ നിങ്ങൾ ഷോപ്പ് ക്രമീകരിച്ച് അതിനെ ഒരു ബേസിക് ആയിട്ടുള്ള ഷോപ്പാക്കി മാറ്റാൻ വേണ്ടി നിങ്ങളടുത്ത് മാക്സിമം വേണ്ടി വരും. എന്തായാലും 1 ലക്ഷം രൂപ ഇറക്കിക്കൊണ്ട് നിങ്ങൾ നമ്മുടെ സൂപ്പർ ഗെയിമിൻ്റെ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതുകൊണ്ട് വലിയൊരു ലാഭം, എന്തായാലും വലിയൊരു ലാഭം എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു വരുമാനം എന്തായാലും ഞങ്ങൾ അതിന് എത്തിച്ചു തരും. അതോടൊപ്പം ഫ്രാഞ്ചൈസി തുടങ്ങാൻ ഷോപ്പ് എന്ന ലെവലിൽ ഒരാൾക്ക് സാധ്യമാകാതെ പോകുന്നുവെങ്കിൽ വീട്ടിൽ വെച്ച് തുടങ്ങണം, വിജയം കണ്ടെത്തിയാൽ പിന്നെ ഷോപ്പിലാക്കണം എന്ന ആഗ്രഹമുള്ളവർക്കും 50,000 രൂപയുടെ മാത്രം പർച്ചേസ് നടത്തിക്കൊണ്ട് വീട്ടിൽ നിങ്ങളൊരു ഷെഡോ മറ്റോ ഇതിനു വേണ്ടി സംഘടിപ്പിച്ചാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ചെയ്യാം. ജൈവ വളമായതുകൊണ്ട് ഇതിന് നിങ്ങൾ തുടക്കത്തിൽ തന്നെ പഞ്ചായത്ത് ലൈസൻസോ ലഭ്യമാകുന്ന ലൈസൻസുകൾ നിങ്ങൾ ആദ്യം റെഡിയാക്കി എടുത്താൽ മാത്രം മതിയാകും. പിന്നീട് നമുക്ക് ക്രമേണ നിങ്ങൾക്ക് ആവശ്യമായ ലൈസൻസുകളൊക്കെ നേടിത്തരാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഇത് ചെറിയ പാക്കറ്റ് കവറാണ് അല്ലേ? അതെ. ഇത് എത്ര കിലോ? ഇത് 1 കിലോയുടെ ബാഗാണ്. നമ്മൾ സാധാരണ ഇത് 50-60 രൂപക്കൊക്കെ വിൽക്കാൻ പറ്റുന്ന ബാഗുകളാണ്. ഓക്കെ, 1 കിലോയുടെ പാക്കറ്റ് അല്ലേ? അതെ, 1 കിലോയുടെ പാക്കറ്റ്. ഇത് നമുക്ക് 5 കിലോയുടെ ബാഗാണ്. ഇത് നമുക്ക് ഇവിടെ ലോക്കലിൽ കൂടുതലായിട്ട് കൊടുക്കുന്ന അങ്ങനെയാണ്? അല്ല, ഇത് നമ്മൾ സാധാരണ ഇതിൽ ഷോപ്പുകാർക്ക് വേണ്ടി, അതായത് ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ചെറിയ പാക്കറ്റുകൾ അവൈലബിൾ ആക്കുന്നത്. ഇവിടെ ലോക്കൽ പർച്ചേസ് സാധാരണ ഇതിൽ 10 കിലോയിൽ താഴെ ഇവിടെ നമ്മുടെ ഷോപ്പിൽ വന്ന് ചെയ്യാറില്ല. മാക്സിമം ഏറ്റവും കുറഞ്ഞ 5-10 കിലോയുടെ എടുക്കാറുള്ളൂ. പക്ഷേ 5-ന്റെയും 10-ന്റെയും 20-ന്റെയും 50-ന്റെയും അവൈലബിൾ ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ളത് 50-ന്റെ ബാഗുകളാണ്. കാരണം ദിവസേന നമുക്ക് ഇവിടുന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 കിലോയുടെ 50 ബാഗുകളെങ്കിലും ഇവിടുന്ന് മൂവ് ആവും. അത് സീസൺ ആകുമ്പോൾ ഒരല്പം അതിന്റെ ഒരു അളവ് കൂടിയിട്ടുണ്ടെന്ന് മാത്രം. ഇതുപോലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു സാധനം കാണിച്ചു തന്നു. ഇവിടെ ഡ്രമ്മിൽ
ഒരു മാവും അതുപോലെ തന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒക്കെ വെച്ചേക്കുന്നത്. അത് ഇതിന്റെ ഒരു റിസൾട്ട് ആണെന്ന് എക്കാൻ്റെ അടുത്ത് പറഞ്ഞു. അതെ, ശരിയല്ല? അതൊന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. തീർച്ചയായും നമ്മൾ സാധാരണ മറ്റുള്ളവർ പരിചയപ്പെടുന്ന പോലെ പരിചയപ്പെടുത്തില്ല. നമ്മളിപ്പോൾ സൂപ്പർ ഗെയിമിൽ ഉണ്ടായ ഒരു നേട്ടം അതാണ് ഇപ്പോൾ ഈ മാവിൽ കാണുന്നത്. ഈ മാവ് കേവലം 6 മാസം മുമ്പ് വെറും 2-3 അടി മാത്രമുള്ള ഒരു സാധാരണ പ്ലാന്റ് വെച്ചതാണ്. പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. പരമാവധി വലിയ പോട്ടിലാണെന്ന് മാത്രം. ഈ പോട്ടിൽ വെച്ച് ഇതിപ്പോൾ ഒരു ഭ്രാന്തമായ ആവേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഇത് വളരുന്നത്. അതോടൊപ്പം ഫ്ലവർ ചെയ്യുന്നു. അതോടൊപ്പം കനിച്ച മഴക്കാലമായിട്ട് പോലും ഫ്രൂട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ മഴ ഒരു പ്രയാസമാണെങ്കിൽ പോലും ഇതിൽ എന്നിട്ടും ഫ്രൂട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു റിസൾട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ടിൽ നമുക്ക് വന്നത്. പല വീടുകളിലും ഡ്രാഗൺ ഫ്രൂട്ട് 2 വർഷമായിട്ടും കായ്ച്ചില്ല, ഫ്ലവർ വന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റുകൾ നിരന്തരം കേൾക്കാറുണ്ട്. 6 മാസം മുമ്പ് വെച്ച ഈ ഒരു പ്ലാന്റിൽ ഇത്രയധികം കായ്കളും അതോടൊപ്പം ഇപ്പോൾ ഈ വർഷം തന്നെ ഫ്ലവറിങ്ങും തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന ഫ്ലവറിങ്ങിനും വളർച്ചയ്ക്കും നല്ല ഗ്രീനറിക്കും വേണ്ടിയാണ് നമ്മൾ സൂപ്പർ ഗെയിമിൽ നിങ്ങളോട് ഉപയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾ ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ സംതൃപ്തി നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതിലാണ് ഇട്ടിരിക്കുന്നത് അല്ലേ? അതിന് തുടക്കത്തിൽ തന്നെ. അതെ 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 അതെ. നമ്മളിപ്പോൾ ഈ ഒരു പ്ലാന്റിന് സൂപ്പർ ഗെയിമിൽ ഇല്ലാത്ത വേറെ യാതൊരു തരത്തിലുള്ള രാസവളം കൊടുക്കുന്നില്ല. ഇല്ല, എത്ര നാളായി ഇതിപ്പോൾ വെച്ചിട്ട്? ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 6 മാസം മുമ്പ് വെച്ചാണ്. ഞാൻ വെക്കുന്ന സമയത്ത് നിങ്ങൾ അപ്പുറത്ത് കാണുന്ന ആ പ്ലാന്റിന്റെ അത്ര പോലും വലിപ്പമില്ല. അതിപ്പോൾ ജസ്റ്റ് 1 മാസം മുമ്പ് വെച്ചാണ്. 1 മാസം മുമ്പ് വെച്ചപ്പോൾ തന്നെ അതിൽ ധാരാളം ഇലകൾ വന്നു തുടങ്ങി. അതിന്റെ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിന്റെ ഇലകൾ താങ്ങാത്ത വിധം ഈ പ്ലാന്റുകൾ അത്രയും നല്ല സമൃദ്ധമായിട്ട് ഇലകൾ വരുന്നുണ്ട്. അത് സൂപ്പർ ഗെയിമിലിന്റെ മാത്രം മെച്ചാണ്. സാധാരണ ഇതിൽ മാവുകൾക്കൊക്കെ ഒരു വർഷത്തിൽ 3-4 തവണ മാത്രമാണ് തളിരകൾ വരുന്നതെങ്കിലും നമുക്കിവിടെ ഒരു ദിവസം ഏറ്റവും ചുരുക്കിയത് 10 തവണയെങ്കിലും ഒരു വർഷത്തിൽ തളിര വരുത്താൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു അത്ഭുത സിദ്ധി തന്നെയാണ് നമുക്ക് സൂപ്പർ ഗെയിമിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സൂപ്പർ ഗെയിമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇക്കാര്യം പറയാനുള്ളത് അല്ലേ? അതെന്തായാലും ഉണ്ടോ ഇനി പറയാനായിട്ട്? അല്ല, നമുക്ക് സൂപ്പർ ഗെയിമിന്റെ നിങ്ങൾ എല്ലാവരുടെയും ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഇതുവരെ കണ്ട മറ്റു ജൈവവളങ്ങളെ പോലെ ഒരിക്കലും അതിനെ പരിചയപ്പെടുത്ത പോലെ തെറ്റിദ്ധരിക്കരുത്. തീർച്ചയായും നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു തെങ്ങുണ്ടെങ്കിൽ, ഒരു തെങ്ങിന് പറഞ്ഞാൽ 10 കിലോ വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ആ 10 കിലോ വെച്ച് നിങ്ങളുടെ തെങ്ങിന് കൊടുക്കാമെങ്കിൽ നിങ്ങളുടെ തെങ്ങ് നിറഞ്ഞു കായ്ക്കും. കേവലം 1-2 കായ്കൾ മാത്രമുള്ള തെങ്ങുകളായിരിക്കും പലരുടെ വീട്ടിലും. അത് നിങ്ങൾക്ക് കായ്ഫലം തരുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ വീടിന് അഭംഗിയായിരിക്കും അത്ര തെങ്ങുകൾ. അതേസമയം നല്ല നിറഞ്ഞു കായ്ക്കുന്ന തെങ്ങുകളാക്കി മാറ്റാൻ വേണ്ടി നിങ്ങൾ ഇത്ര ചെയ്യേണ്ടുള്ളൂ. ഒരു 50 കിലോയുടെ ബാഗ് നിങ്ങൾ KRS വഴിയെങ്കിലും നിങ്ങൾ വരുത്തി നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രൊഡക്റ്റ് പരീക്ഷിക്കണം. നിങ്ങൾക്കത് റിസൾട്ട് കിട്ടിയാൽ മാത്രം നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ മറ്റു കൃഷിയിലേക്ക് ഉപയോഗിച്ചാൽ മതി. അതാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ബാഗ് നമ്മളേക്ക് എടുക്കാൻ മാത്രം നിങ്ങൾ ആദ്യം തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായും, അതല്ല നിങ്ങൾക്ക് വലിയ തോട്ടങ്ങളുള്ളവർക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യാം. കാരണം നമുക്ക് ഒരു 100 ബാഗ് ഒരുമിച്ച് നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ പോലും വിത്തിൻ 5 ഡേയ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് എത്തിച്ചു തരാനുള്ള എല്ലാ സംവിധാനവും നമുക്ക് ഇപ്പോൾ ഉണ്ട്. കോൺടാക്ട് നമ്പർ എങ്ങനെയാണ്? കോൺടാക്ട് നമ്പർ വീഡിയോയിൽ തന്നെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതാണ്. കൂടുതലും കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരുപാട് കോൾ ഒരുമിച്ച് വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് എന്നെ കോൾ ചെയ്ത് നിങ്ങൾക്ക് കിട്ടാത്ത പക്ഷം ഒരിക്കലും വിഷമിക്കരുത്. കൂടുതൽ കോൾ ചെയ്യുന്നതിന് പകരം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചേക്കുക. എന്തായാലും ഒരു 24 മണിക്കൂറിനകം നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ നമ്മൾ എന്തായാലും തന്നിരിക്കും. ഓക്കെ, ഒരിക്കലും നിങ്ങൾ കോൾ ചെയ്തുകൊണ്ട് മാത്രം കിട്ടിയില്ലെന്നുള്ളത് വിഷമിക്കരുത്. കാരണം നമുക്ക് ധാരാളം കോളുകൾ ഒരുമിച്ച് വരുന്നതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ധാരാളം കോളുകൾ ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വാട്സാപ്പിൽ നിങ്ങളൊരു മെസ്സേജ് വിടാൻ മറക്കരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. സൂപ്പർ ഗെയിമിൽ പരിചയപ്പെടുന്നതോടൊപ്പം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ സൂപ്പർ ഗെയിമിലേക്ക് എത്തിയത് ഇതേപോലെ പ്ലാന്റേഷൻ ചെയ്തു കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് മറ്റു പല പ്ലാന്റേഷൻകാരും അവകാശവാദം പോലെയല്ല, നമ്മളൊരു പ്ലാന്റേഷൻ ഏറ്റെടുത്ത് ചെയ്യണം. അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരു വലിയ പ്ലാന്റേഷൻ കമേഴ്ഷ്യലി നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും ചുരുങ്ങിയ നിങ്ങൾക്ക് ആവശ്യമായ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റുകൾ, അത് മാവ്, പ്ലാവ്, റംബൂട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട് പോലത്തെ നിങ്ങളുടെ വീടിൻ്റെ മുകളിലും അതുപോലെ താഴെയുമായി, ഒരു പക്ഷേ നിങ്ങൾക്ക് മേലെയും താഴെയുമായി മാക്സിമം 10 സെൻറ്റ് സ്ഥലമുള്ളെങ്കിൽ പോലും നമുക്ക് നിങ്ങളുടെ വീട്ടിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തു തരാൻ പറ്റും. ആവശ്യക്കാർ ഹോം ഗാർഡനിങ്ങിന് വേണ്ടിയാണെങ്കിലും കമേഴ്ഷ്യലായിട്ട് നിങ്ങൾക്ക് തെങ്ങിൻ തോപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരുമാന മാർഗ്ഗങ്ങളിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു തോട്ടം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. ആവശ്യക്കാർ വിളിക്കണം. കാരണം ഇപ്പോൾ ഈ സമയത്താണ് നമ്മൾ വെള്ളം നനക്കാതെ തന്നെ ഏത് പ്ലാന്റേഷൻ തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ. ആദ്യത്തെ ഒരു 5-6 മാസത്തേക്ക് നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് പിന്നീട് വെള്ളം കൊടുക്കേണ്ടി വരുള്ളൂ. അപ്പോഴേക്കൊക്കെ നമ്മുടെ പ്ലാന്റുകൾ കേട് തീർന്ന് നന്നായി കാണും.